രാജ്യത്തെ സ്ത്രീകളുടെ തൊഴിലുറപ്പ് അവകാശങ്ങൾ ഉറപ്പിച്ച ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. രാജ്യത്തെ പാവങ്ങളായ തൊഴിൽരഹിതരായ സ്ത്രീകൾക്ക് ദിവസവേതനത്തിന് ജോലി നൽകുന്ന ഈ പദ്ധതി രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഗുണം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആദ്യ UPA സർക്കാരിൻ്റെ കാലത്താണ് ഈ പദ്ധതി നടപ്പിലാവുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി വർധനയിലും കേരളത്തോട് കേന്ദ്രത്തിൻ്റെ അവഗണന. ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകുന്ന കേരളത്തിൽ 13 രൂപ മാത്രമാണ് കൂലിയിൽ വർധനവ് വരുത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 33 രൂപ വരെ വർധനവ് വരുത്തിയപ്പോഴാണിത്. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, നമ്മുടെ സംസ്ഥാനത്തെ സാധാരണ സ്ത്രീകൾക്ക് വളരെയധികം ഗുണകരമാകുന്ന ഒരു പദ്ധതി. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകുന്നത് കേരളത്തിലാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് കൂലി വർധന വന്നപ്പോൾ കേവലം 13 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ഇത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഷീജ? തീർച്ചയായും ഷമി, നമുക്കറിയാം കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള നിലപാട് അത് ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയങ്ങളിലും വലിയ രീതിയിലുള്ള വിവേചനം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ഈ വേതന വർധനവ് എന്ന് പറയുന്നത്. ഇത് തീർത്തും അപര്യാപ്തവും വിവേചനപരവുമാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ തൊഴിലാളികൾക്കുള്ള വേതനത്തിൽ 333 രൂപ എന്നുള്ളത് 346 രൂപയാക്കി മാത്രമാണ് സംസ്ഥാനത്ത് കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന കർണാടകത്തിൽ 316 രൂപയായിരുന്നത് വർദ്ധിപ്പിച്ചത് 349 രൂപയായിട്ടാണ്. അതായത് 33 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ 25 രൂപയുടെ വർധനവ്, ഗോവയിൽ 34 രൂപയുടെ വർധനവ്, തെലങ്കാനയിലും ആന്ധ്രയിലും 28 രൂപയുടെ വർധനവ് എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ കേവലം 13 രൂപയുടെ വർധനവ് മാത്രം വരുത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും വലിയ തോതിലുള്ളൊരു വിവേചനം ഇതിനകം തന്നെ സംസ്ഥാനത്തോട് കേന്ദ്രം തുടരുന്നൊരു പശ്ചാത്തലമാണ്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള വിവേചനം തുടരുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അത് എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കുന്ന വിവേചനം പോലെ തന്നെ അത് തൊഴിലിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴും അതേ വിവേചനം കേന്ദ്രം തുടരുന്നു എന്നുള്ളതാണ്. കേവലം 13 രൂപയുടെ മാത്രം വർധനവ് വരുത്തുന്നു. അതേസമയം 34 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ട് കൊടുത്തിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള കണക്കുകൾ കൂടി പുറത്തു വരുമ്പോഴാണ് കേരളത്തോടുള്ള വിവേചനം എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നത്. ഷമി, ഷീജ, നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാം തന്നെ ഇത് കേവലം ഒരു പ്രതീകാത്മകമായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ തൊഴിൽ ദിനങ്ങൾ മാത്രം നൽകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അത് വലിയ ഏതാണ്ട് 9.65 കോടി തൊഴിൽ ദിനമാണ് നമ്മൾ കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംസ്ഥാനത്തെ ഇത്രമാത്രം അവഗണിക്കുക, ഇത് മാത്രമല്ല, നമുക്കറിയാം നമുക്കിപ്പോൾ തന്നെ ഏതാണ്ട് 750 കോടി രൂപയാണ് ഇതിൻ്റെ കുടിശ്ശിക തരാനുള്ളത്. മറ്റ് നെല്ലിൻ്റെ കാര്യത്തിലായാലും മറ്റ് കാര്യങ്ങളിലായാലും എല്ലാം കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു സമീപനം ഇതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയല്ലേ ഈ ഒരു അവഗണനയും? തീർച്ചയായും ഷമി, ആ രീതിയിൽ തന്നെ വേണം ഇതിനെയും കാണാൻ. കേന്ദ്രം സംസ്ഥാനത്തോട് കൈക്കൊള്ളുന്ന നിലപാട് അത് ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും സമാനമായ രീതിയിൽ സംസ്ഥാനത്തോട് അവഗണന തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാത്രമാണ് നമുക്കിതിനെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക. ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് മാത്രം പറയുകയാണെങ്കിൽ കേന്ദ്രം ആദ്യം അനുവദിച്ചത് വെറും 6 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമായിരുന്നു. അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ. അതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 9.65 കോടി തൊഴിൽ ദിനങ്ങൾ നേടിയ കേരളം എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. കാരണം കേരളത്തിൽ മാത്രമാണ് ആ രീതിയിൽ തൊഴിൽ ദിനങ്ങൾ നേടാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മികവ് കേരളം പുലർത്തിയിട്ട് പോലും ഈ മേഖലയിൽ കേരളത്തോടുള്ള അവഗണന അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിൻ്റെ അവഗണന നമുക്കറിയാം പല മേഖലയിലും തുടരുന്ന ഒരു സാഹചര്യം. നമ്മൾ സുപ്രീം കോടതിയിലടക്കം പോയാണ് നമുക്ക് ലഭിക്കാനുള്ള തുകയിലടക്കം അനുകൂലമായ രീതിയിൽ ഒരു വിധി സമ്പാദിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തുക അനുവദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മടങ്ങിയെത്താം.